ഇന്ന് കായ കൊണ്ട് വെളൂഷം വയ്ക്കാം കേട്ടോ. ഇത് ശരിക്കും നേന്ത്രക്കായ കൊണ്ടാണ് വയ്ക്കുക. അപ്പം അതില്ലാത്ത കാരണം ഇതാണ് പറമ്പിലുള്ളത്, അതുകൊണ്ട് വയ്ക്കാം. ഇതുപോലെ തൊലി കളഞ്ഞ് വയ്ക്കണം. തൊലി കളയാന്ന് വെച്ചാൽ നാര് ചീന്തുക എന്ന് പറയില്ലേ, അതുപോലെ ചെയ്യണം കേട്ടോ എല്ലാ കായയും. ഇതുപോലെയാണ് നാര് ചീന്തി കായ നമുക്ക് നുറുക്കി വെക്കാം കേട്ടോ. കായ ഇതുപോലെ എന്താ പറയുക, നാര് കളഞ്ഞിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് വേവിക്കാം കേട്ടോ. നമുക്ക് വെള്ളം ആവശ്യത്തിന് ഒഴിക്കാം. ഇത്തിരി അധികം കായ മൂടുന്ന വിധത്തിൽ വെള്ളം ഒഴിക്കണം. ഇതിലേക്ക് നമുക്ക് നൈസായിട്ട് ചിരവിയെടുത്ത് അരമുറി തേങ്ങ എടുക്കാം കേട്ടോ. കായ വെന്തുണ്ട് കേട്ടോ നല്ല പോലെ. അപ്പോൾ വെള്ളം അധികം വറ്റുമൊന്നും വേണ്ട, ആവശ്യത്തിന് വെള്ളം വേണം. നമുക്കിതിലേക്ക് നാളികേരം ചിരവിയിടാം കേട്ടോ. നാളികേരം ഇട്ട് നല്ല പോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും ഇടാം കേട്ടോ. കറിവേപ്പില ഇട്ടുണ്ട്. ഇനി നമുക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം. ഈ ടീസ്പൂണിൽ നിറച്ചിട്ടുണ്ട്. ഇതിലിത്തിരി വെളിച്ചെണ്ണ അധികമായാലും ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമ്മുടെ ഏത്തക്കായ വെളൂഷം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ നല്ല ടേസ്റ്റുള്ള കറിയാണ്, എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബും കൂടി ചെയ്തോളൂ കേട്ടോ.